ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് തിരികേശം എന്ന് പറയുന്ന ആ മുടിയിൽ നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന മനുഷ്യന് വിശ്വാസമില്ല. അദ്ദേഹം കപടനാണെന്ന് ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് രേഖകൾ കൊണ്ട് ഞാൻ സമർത്ഥിക്കും. പണ്ഡിതന്മാരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഓൺലൈനിലുള്ള ക്ലാസ് റൂമിൽ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ട് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ കരിവാരി തേച്ച ആ പറയുന്ന രാമന്തള്ളിയെ പറ്റി ഒരു വാക്ക് ഉച്ചരിക്കാൻ ഈ മുനാഫിഖായ നൗഷാദിന് സാധിച്ചോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ആ നൗഷാദിന് സാധിച്ചോ? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ തെറ്റിക്കാൻ വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ എന്റെ കയ്യിൽ നിന്ന് രേഖകൾ കൊണ്ടുപോയെന്നും ആ രേഖകളൊക്കെ പണ്ഡിതന്മാർക്കെതിരെ ഈ സാധുവായ ഞാനിപ്പോ നിഫാക്കുള്ള മനുഷ്യനാണല്ലേ നൗഷാദേ, ഇറങ്ങിക്കോ മോനെ, ഇത് കായക്കൊടിയല്ല, കായക്കൊടി ഇരുത്താൻ പറ്റിയേക്കാം, പക്ഷേ അള്ളാന്റെ ദീന് വെച്ചിട്ട് നീയൊക്കെ വിറ്റ് കളിക്കുന്ന കളിയുണ്ടല്ലോ, നടക്കൂലേനി. കാരണം ഈ നൗഷാദ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ചെയ്ത വഞ്ചന അത് നമ്മുടെ ഒരു വിഭാഗം പണ്ഡിതന്മാര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിയണം, ഈ മനുഷ്യൻ പറഞ്ഞു, ഒറ്റ വാക്യം പറയാണ്, ഇയാളെ കാപട്ടത്തിന്റെ വാക്ക്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 22-ന്റെയും അതുപോലെ തന്നെ ഓഗസ്റ്റ് 27-ന്റെയും മധ്യത്തിലുള്ള, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓഗസ്റ്റ് 26-ന് രാത്രി സിറാജുൽ ഹുദയിൽ രാത്രി 10 മണി മുതൽ പുലർച്ചെ 4:15 വരെ, 10:45 മുതൽ 4:15 വരെ ദീർഘമായ 5 മണിക്കൂർ ഞാനും പേരോട് ഉസ്താദും അടച്ചിട്ട റൂമിൽ സംസാരിച്ച രേഖകൾ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഈ നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഡ്രൈവറായ റാഫിയുടെ അടുക്കൽ റെക്കോർഡ് ചെയ്യുന്ന സാധനം കൊടുത്തയക്കുകയും എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് പിറ്റേന്ന് ഈ പറയുന്ന നൗഷാദും മുഹമ്മദ് രാമന്തള്ളിയും ഈ പറയുന്ന സാധുവായ എന്റെ വീട്ടിൽ വന്നിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോയ ഈ മുനാഫിക്കായ മനുഷ്യൻ ഈ പേരോട് ഉസ്താദിന്റെ റെക്കോർഡ് ഇവൻ ചെയ്തില്ലേ? മരിക്കണ്ടേ നൗഷാദേ, നിനക്കൊക്കെ മരിക്കണ്ടേ, ഖബറിലേക്ക് പോകണ്ടേ നൗഷാദേ? ഇത് പറയുന്നത് ജിഷാൻ കളവാണെങ്കിൽ ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന നൗഷാദിന് അള്ളാന്റെ ഖുർആനിൽ വിശ്വാസമില്ലാന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കളവാണെന്ന് നൗഷാദ് പറയും, നൗഷാദ് പറയുന്ന കളവാണെന്ന് ഞാനും പറയും. ഞാൻ തയ്യാറാണ് ഒരു പോളിഗ്രാഫ് ടെസ്റ്റിന്, ഒരു കളവ് പരിശോധന ടെസ്റ്റിന് ഈ പറയുന്ന നൗഷാദും മുഹമ്മദ് രാമന്തള്ളിയും തയ്യാറുണ്ടെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ പുറത്തുവാ. ഈ രേഖകൾ മുഴുവനും SKSSF കൈമാറിയത് മുഹമ്മദ് രാമന്തള്ളി എന്ന് പറയുന്ന വഞ്ചകൻ ഈ പറയുന്ന നൗഷാദിന്റെ സമ്മതത്തോടുകൂടിയാണെന്ന് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ തെളിയിക്കും. തയ്യാറുണ്ടെങ്കിൽ നൗഷാദ് ഒരുങ്ങിക്കോ. അതുകൊണ്ട് ശാസ്ത്രീയപരമായ ടെസ്റ്റുകൾക്ക് തയ്യാറുണ്ടോ? വേറെ സാക്ഷികളൊന്നുമില്ലല്ലോ, അള്ളാഹ് നിങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം ഈ പറയുന്ന നൗഷാദിന്റെ ഡ്രൈവറെ വിട്ടിട്ട് റെക്കോർഡർ എന്റെ കയ്യിൽ എത്തിച്ചിട്ട് ഇത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ സംസാരം നീ ചോർത്തണമെന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിപ്പിച്ച് റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ട് ഈ വഞ്ചകനായ മനുഷ്യൻ ഇപ്പൊ പറയുന്നു പേരോട് ഉസ്താദിന്റെ അടക്കോ റെക്കോർഡ് ചെയ്തു. പിന്നെ അവന്റെ കഥ എന്താന്ന്? ഉളുപ്പുണ്ടോ മനുഷ്യ? നിനക്കൊക്കെ ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു പണ്ഡിതൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഉപ്പും ചോറും തിന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വേദികൾ ഉപയോഗപ്പെടുത്തിയിട്ട് പാവപ്പെട്ട പണ്ഡിതന്മാർക്കിടയിൽ പറഞ്ഞു തീർക്കുന്ന ഒരു വിഷയം ഈ സമൂഹമധ്യേ വലിച്ചിട്ട് ആളുകളെ തമ്മിലടിപ്പിച്ചിട്ട് ഈ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഈ നൗഷാദ് അഹ്സനി നടത്തിയ ഗൂഢാലോചന പറയാനുണ്ട്, ഒരുപാടുണ്ട്. ഈ കഴിഞ്ഞ റമളാനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ വീട്ടിൽ ഈ പറയുന്ന നൗഷാദ് 1.5 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്, അടച്ചിട്ട റൂമിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ 1000 കുതിരശക്തിയോടെ പറയുന്നു, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ ചതിച്ചിട്ട് നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ 1.5 മണിക്കൂർ ക്ലിപ്പ് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിഷേധിക്കാൻ തയ്യാറുണ്ടോ നൗഷാദേ? ഇറങ്ങിക്കോ, നമുക്ക് ടെസ്റ്റ് നടത്താം, ഏത് ഹോസ്പിറ്റലിൽ നമുക്ക് പോവാം, വെല്ലുവിളിയാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ മുജാഹിദീങ്ങളെ പറ്റിക്കുന്നത് പോലെ അല്ലെങ്കിൽ സാധാരണക്കാരെ പറ്റിക്കുന്നത് പോലെ നിങ്ങൾ പറഞ്ഞു നടക്കണ്ട. എനിക്ക് പറയാനുള്ളത്, ഇത്